ഹായ് ക്യൂട്ടീസ്, വെൽക്കം ടു ഇങ്ക് ആൻഡ് ത്രെഡ്. ഇനി നമുക്കൊരു ജേർണലിംഗ് ആയാലോ? പണ്ട് തൊട്ടേ ഡയറി എഴുതുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ മിക്കപ്പോഴും ഡയറിയോടും ഞാൻ പറയാറുണ്ട്. ചിലപ്പോൾ അത്ര പ്രിയപ്പെട്ട ആരെങ്കിലും തന്ന ചെറിയ സമ്മാനങ്ങളോ മുട്ടായി കവറുകളോ പോലും ഇതിനകത്ത് കാണാൻ പറ്റും. അതിൽ തന്നെ ഞാൻ ജേർണലിങ്ങും ചെയ്യാൻ പോകുന്നത്. ആദ്യം ഞാനതിലെ വരവരകളൊന്ന് മാറ്റാനായിട്ട് ഒരു പ്ലെയിൻ പേപ്പർ ഒട്ടിച്ചു. അതിൻ്റെ മുകളിലായി ഒരു സാധാരണ കവറിനെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് അതോടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ അധികം സ്റ്റേഷനറി സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. ഈ സ്റ്റിക്കർ തന്നെ എനിക്കൊരു കൗതുകം തോന്നിയിട്ട് ഞാൻ എനിക്ക് കടയിൽ പോയപ്പോൾ വാങ്ങിയതാണ്. അത് ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ല. ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ ഒരു രസമല്ലേ ഈ സ്റ്റിക്കറൊക്കെ വാങ്ങിയിട്ട്. ഇത് പിന്നെ നമ്മുടെ സ്റ്റിക്കി നോട്ട്സിലെ ഒരു ന്യൂഡ് കളർ പോലത്തെയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. എൻ്റെ തീമും ഒരു ചെറിയ ന്യൂഡ് കളർ ആയിരുന്നു, പക്ഷെ അവസാനം അതൊക്കെ മാറിപ്പോകും. പിന്നെ ഞാൻ എടുത്തത് ഈ താഴെ വെച്ചേക്കുന്ന അതേ പേപ്പർ തന്നെ അതൊന്ന് കീറിയിട്ട് ഒരു ടിയേർഡ് പേപ്പർ എഫക്റ്റ് ഉണ്ടാകാനായിട്ട് കീറിയിട്ട് അത് സൈഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക ചെയ്തിട്ടുള്ളത്. എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു പോരായ്മകളെല്ലാം അടുത്ത ജേർണലിൽ ചെയ്യുമ്പോഴേക്കും ഞാൻ മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കാം. പിന്നെ അതിൻ്റെ വൃത്തികേടുകളൊക്കെ മാറാനായിട്ട് കുറച്ച് സ്റ്റിക്കർ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. സ്റ്റിക്കർ ഒട്ടിച്ചാൽ പിന്നെന്താ നമ്മുടെ പരിപാടി? അതെ, എഴുതി ഫില്ല് ചെയ്യുക. ആദ്യമേ എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് ഞാനിവിടെ എഴുതിയേക്കുന്നത്. പിൻട്രസ്റ്റ് ഒന്നും നോക്കാൻ ആ സമയത്തൊരു മൂഡ് തോന്നിയില്ല. പെട്ടെന്ന് മനസ്സിൽ വന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ഞാനങ്ങ് കുത്തിക്കുറിച്ച് വെച്ചു. കൂടെ കുറച്ച് ലവ് ചിഹ്നവും കുറച്ച് കുത്തും കോമയും പിന്നെ ഒരു ഭംഗിക്ക് കിളികളെയും വരച്ചിട്ടുണ്ട്. അതേത് കിളി? നമ്മുടെ മറ്റേ മലയുടെ ഇടയിലുള്ള ഒരു റാക്കിളി ഉണ്ടല്ലോ, ആ കിളി. ഈ പേപ്പർ കവറിന്റെ ഉദ്ദേശമേ ഡംപ് യുവർ സോറോസ് എന്നായിരുന്നു. നമ്മുടെ വിഷമങ്ങളെ ഒരു ചെറിയ പേപ്പറിനകത്താക്കി അതിനകത്തേക്ക് ഇട്ട് വെക്കുക. ഇത് ഞാൻ പല യൂട്യൂബേഴ്സിൻ്റെ കയ്യിൽ നിന്നും അടിച്ചു മാറ്റിയൊരു കണ്ടന്റ് ആട്ടോ. പക്ഷെ ഞാൻ ഇതിനകത്ത് ഇടാനുള്ള വിഷമങ്ങളൊന്നും ഓർത്തേയില്ല. ആ സമയത്ത് വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ കാര്യമേ മറന്നുപോയി. ഇത് ഞാൻ ചെയ്തെന്തെന്ന് വെച്ചാൽ ഒരു ആ ഹൈലൈറ്റർ വെച്ച് വെറുതെ ഒന്ന് മാർക്ക് ചെയ്യുക. അതിൻ്റെ മുകളിലേക്ക് ഒരു ജെൽ പേന കൊണ്ടൊന്ന് വരയ്ക്കുക. ശരിക്കും നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ. പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റിയെന്തെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ വേറെ ഹൈലൈറ്റേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. ഈ ഒരു കടുത്ത കളർ മാത്രമേ ഉള്ളായിരുന്നു. നല്ല ഫ്ലൂറസെന്റ് പച്ച പോലെ ഉണ്ടല്ലേ. പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ന്യൂഡിൻ്റെ ആ ഒരു എഫക്റ്റ് മുഴുവൻ ഈ ഒരു സാധനം വന്നുകൂടെ അങ്ങ് പോയി. പിന്നെ ഞാൻ വിഷമിച്ചില്ല, വിട്ടുകൊടുത്തില്ല. ഞാൻ അച്ചറം പുച്ചറം എൻ്റെ ഉണ്ടായിരുന്ന അതേ കളറിലെ തന്നെ സ്റ്റിക്കി നോട്ട്സ് മുറിച്ചൊട്ടിച്ചു കൊടുത്തു. ആ വിഷമം അങ്ങ് തീർത്തു. ഇപ്പോൾ ഒരു മിക്സഡ് കളർ ആയല്ലോ, ന്യൂഡ് തീം എന്നുള്ള ആ വിഷമവേ അങ്ങ് മാറിക്കിട്ടി. വരച്ചു കുളവാക്കിയ ഒരു പൂവിൻ്റെ മുകളിൽ ഒരു സ്റ്റിക്കറോട് ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ജേർണൽ കംപ്ലീറ്റ് ആയി. ഇതായിരുന്നു എൻ്റെ ഫൈനൽ ലുക്ക്. ഒരുപാട് പോരായ്മകളിൽ നിന്നാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. നിങ്ങളുടെ ഏവരുടെയും സ്നേഹവും സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇത് മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ. അപ്പം അതിനെന്ത് ചെയ്യുക? എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കണോട് അമർത്തിയേക്കുക. അതിൻ്റെ കൂടെ അടുത്ത തവണ ഏത് കളർ തീം വേണമെന്ന് ആ കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ നമുക്ക് അത് വെച്ചൊരു ജേർണലിംഗ് ട്രൈ ചെയ്യാം. എന്ത് പറയുന്നു?